Hello guys, welcome to my YouTube channel. ഞാൻ ഇന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഡേ ഔട്ടാണ്. ആൻഡ് ഐ തിങ്ക് ഞാൻ സ്ട്രേറ്റ് സംസാരിച്ചിട്ട് ഒരു വ്ളോഗല്ലോ ഫസ്റ്റ് ടൈമാണ്. പിന്നെ അത് മാത്രമല്ല ദിസ് ഈസ് മൈ സെക്കൻഡ് വ്ളോഗ്. ഐ തിങ്ക് ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ടൊന്നും കുറേയായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഓൺ വോയിസ് ആയിട്ട് വരുന്ന ഒരു വീഡിയോ ഇതായിരിക്കും. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. അല്ലാണ്ട് ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് ഐ അപ്ലോഡഡ് വ്ളോഗ് എന്നൊക്കെ പറയാം. അതിനാകെ ഒരു സ്റ്റേക്കേഷൻ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം ജസ്റ്റ് സിംഗിങ് വീഡിയോസൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ ഹിയറിങ് ലോട്ട്സ് ഓഫ് റിവ്യൂസ് അബൌട്ട് സൂ ഫ്രം സോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ സൂ ഫ്രം സോ കാണാനാണ് പ്ലാന്. ആൻഡ് ഇതിൻ്റെ എൻഡിൽ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ എക്സ്പെക്റ്റ് ചെയ്യാം, വിച്ച് വിൽ ബി എൻ ഓണസ്റ്റ് വൺ. ഓക്കെ, സോ ഒരുപാട് റിവ്യൂസൊക്കെ ഒന്ന് കണ്ടു നോക്കാമെന്ന് തോന്നി. പിന്നെ അവരുടെ കൂടെ കുറേ ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. സോ അത് ഈ ഒരു ഇയറിൽ എനിക്കൊന്ന് ഇന്നാ പോകാൻ. ഓക്കെ, എല്ലാവരും നാട്ടിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ ഭയങ്കര മടിയാമാറാണ്. ഇടയ്ക്കിടയ്ക്ക് കാണൽ കമ്പാരിറ്റീവ്ലി കാണും, എന്നാലും ഈ ഇയർ കണ്ടില്ല. എല്ലാവരും ഒന്നുമില്ല, രണ്ടാളേ ഉള്ളൂ. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ പുറത്താണല്ലോ, ഇപ്പം നാട്ടിലില്ല. അപ്പം അങ്ങനെ ഞാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഡേയിൽ എങ്ങനെയാണെന്ന് ഇതിൽ കാണിക്കാൻ ശ്രമിക്കാം. അവർക്ക് ഓക്കെയാണെങ്കിൽ ഞാൻ അവരെയും ഇതിൽ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഓൺ ദ വേ കാണാം. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. എനിക്കറിയില്ല താഴെ ഇതിന് അപ്രൂവൽ കിട്ടുമെന്നൊന്നും. ഇറ്റ്സ് സോ സാഡ്. ഐ എം 25 years old. Still I want permission from my parents. സോ നമുക്ക് പോവാം. ഇന്നത്തെ എൻ്റെ ലുക്കിൽ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷനൊന്നും ഇല്ല, എന്താ അറിയില്ല. കണ്ണെല്ലാം ഇടുങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. മുടീൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട, പണി തരാനുള്ള അവസരം കാത്തിക്കുന്ന പോലെ. അപ്പോൾ എന്താ ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. അവർ വന്നു, ഞാൻ വെച്ച് ലേറ്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. റിവ്യൂ പറയാൻ എന്താണെന്ന് വെച്ചാലുള്ളത്, ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ നമ്മൾ 2:45 നമ്മൾ എത്തി. 2:45 മൂവി തുടങ്ങി. 2:44 നമ്മൾ എൻ്ററായി, സീറ്റിൽ ഓക്യുപ്പൈ ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ കാണാൻ തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് എനിക്കെല്ലാം ഭയങ്കര അത്ഭുതം പോലെ തോന്നിയത് എന്താ വെച്ചാൽ, അവരെ ആൾക്കാരായിക്കോട്ടെ, അവരുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ നാടെല്ലാം പോലെ തന്നെ അപ്പിയറൻസും ഡ്രസ്സിങ്ങും എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാം പോലെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സിങ്ങും സംസാരവും കോമഡിയും എല്ലാം. ഇപ്പം പറയാനാണെങ്കിൽ ഡബ്ബിംഗ് ഒക്കെ പെർഫെക്റ്റ് ഡബ്ബിങ്ങാണ്, ഒന്നും പറയാനില്ല. ആക്ടിങ് ആണെങ്കിലും നല്ലതാണ്,
ഡബ്ബിംഗ് എല്ലാം പറഞ്ഞാൽ ഇന്ന ആൾക്ക് ഇന്ന വോയിസ് കറക്റ്റായി ചേരുന്നു എന്നെല്ലാം പറയും. പെർഫെക്റ്റ് ആയിരുന്നു അവരെ. അപ്പം അങ്ങനെ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ നമുക്കങ്ങനെ കന്നഡ മൂവിയാണെന്ന് മനസ്സിലാവില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം പോലെ ഒരു ആക്ടിങ് സ്റ്റൈലായിക്കോട്ടെ, എന്താ പറയുക, അപ്പിയറൻസ് ആയിക്കോട്ടെ, എന്താ പറയുക, കോൺവെർസേഷൻ ഡെലിവറി ആയിക്കോട്ടെ, ഐ മീൻ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെല്ലാം കൂടി ഇന്നൊരു പക്ക എന്താ പറയുക മലയാളീസ് പോലെ തന്നെ ഉണ്ടല്ലേ, അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ കന്നഡ മൂവിൻ്റെ ഡബ്ഡാണ്, മലയാളം ഡബ്ഡാണെന്ന് അറിഞ്ഞത് കൊണ്ട് നമുക്ക് അറിയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ കന്നഡ റൈറ്റിങ്സ് ഉണ്ടാവാം, ഇപ്പോൾ എഴുതുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ രജിസ്റ്റർ വെഹിക്കിൾസ് ഉണ്ടാവുമല്ലോ കർണാടക, അങ്ങനെ മനസ്സിലാവും. അതെല്ലാം വെച്ച് നോക്കിയാൽ പക്ക മലയാളമെല്ലാം നല്ല കറക്റ്റായിട്ട് എന്താ പറയുക പ്രൊണൗൺസ് ചെയ്തിട്ടായിക്കോട്ടെ, ഡയലോഗ് ആയിക്കോട്ടെ, ഡ്രസ്സിങ്ങും ബാക്ക്ഗ്രൗണ്ട് അപ്പിയറൻസും ഒക്കെ കറക്റ്റായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ കോമഡി എന്തോ വർക്കൗട്ട് ആയിട്ടില്ല, നമുക്ക് വർക്കൗട്ട് ആയില്ല. ചിലരൊക്കെ വേഗം ചിരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് അത്ര വർക്കൗട്ട് ആയില്ല. അപ്പം എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കിയാൽ എനിക്ക് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടാണ് മൂവി ഫീൽ ചെയ്തത്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കിയാൽ അത്ര വർക്കൗട്ട് ആയില്ല മൂവി. ഒക്കെ ഒരു വൺ ടൈം വാച്ചബിൾ അങ്ങനെ പോലെ, അല്ലാണ്ട് വലിയ എത്ര ഹൈപ്പിലൊന്നും ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് ഓണസ്റ്റായിട്ടൊരു റിവ്യൂ പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഷെയർ ചെയ്തത്. ആൻഡ് എനിക്ക് ഒരു മൂവി ഡീഗ്രേഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ അവരവരുടെ ചോയ്സാണ്. ഐ മീൻ അവരവരെ പെർസ്പെക്റ്റീവിൽ വെച്ചിരിക്കും. ഇപ്പം നമുക്കാണെങ്കിൽ നമ്മൾ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. സോ ഈ ഒരു ഹൈപ്പിലുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, അതാണ് എനിക്ക് പറയാനുണ്ടായത്. ബാക്കി അവർ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കോമഡി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കോമഡി ഒന്നും വർക്കൗട്ടായിട്ട് ഉണ്ടായിരുന്നില്ല നമുക്ക്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അവർ ഫുള്ള്. ബാക്കി മൂവി ഫുള്ള് നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആക്ടിങ് ഒക്കെ പക്ക ആയിരുന്നു മലയാളം ഡബ്ഡൊക്കെ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഐ തിങ്ക് കുറച്ച് ഇങ്ങനെ മൂവി കാണാൻ പോകുമ്പോഴുള്ള ഫ്യൂ ക്ലിപ്സും പിന്നെ അതിനുശേഷമുള്ള ഔട്ടിങ് അങ്ങനെ ജസ്റ്റ് എല്ലാം പെട്ടെന്നായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഹാഫ് ഡേ അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാം ചടപടേന്നായിരുന്നു. മൂവി കണ്ട് വന്ന് അങ്ങനെയായിരുന്നു. നമുക്ക് എന്തോ വീർത്തല്ലാന്നാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ടീയെല്ലാം സ്പിൽ ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Until next video.